സിദ്ധു സിദ്ധു എന്തുവാ കാണിക്കുന്നെ? എന്തുവാ ഈ കാണിക്കുന്നെ? ഹലോ പുറത്താണ്. ഹലോ, വെൽക്കം ടു മലയാളി മോം ഇൻ ടെക്സസ്. അപ്പം നമ്മൾ ഇന്ന് പിന്നെ ഒരു ഈവനിങ് റുട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പം സമയം എവിടെ ഞാൻ നോക്കട്ടെ. സമയം ഇവിടെ 5:17 ആയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഈവനിങ് ഡിന്നറിന് ഉണ്ടാക്കാനായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ ഡ്രം സ്റ്റിക്കായിട്ടാണ് ഞാൻ മേടിക്കുന്നത്. ഇതിനകത്ത് 5 ഡ്രം സ്റ്റിക്ക് ഉണ്ട്, ചിക്കൻ ഡ്രം സ്റ്റിക്ക്. ഇത് ഓർഗാനിക് ചിക്കനാണ് ഞാൻ മേടിക്കുന്നത്. മോനൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഓർഗാനിക്കാണ് ഞാൻ സാധാരണ മേടിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഒരു ദാൽ ഉണ്ടാക്കി, മറ്റേ നമ്മുടെ സാമ്പാറിനുണ്ടാക്കുന്ന ദാലുണ്ടല്ലോ, അത് നമുക്ക് സാമ്പാറിന് ഒക്കെ ഇടുന്ന നമ്മുടെ പരിപ്പ്, ആ പരിപ്പ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു പച്ച കളർ കാണുന്ന എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ ഈ പച്ച ചീര പോലെ ഇവിടെ അതിന് പറയുന്നത് സ്പിനച്ച് എന്നാണ്. അതിങ്ങനെ നമ്മുടെ ഇവിടെ ഇങ്ങനെ ചോപ്ഡ് സ്പിനച്ച്, ഇത് കണ്ട ചോപ്ഡ് സ്പിനച്ച് ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് കിട്ടും. അകത്തിങ്ങനെ അത് മുറിച്ചിട്ട് ഇങ്ങനെ ഫ്രോസൺ ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്ത് ആ പരിപ്പിനകത്ത് വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി ഇട്ടാണ് ഞാൻ അത് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി വെച്ച് ഞാൻ ഒരു പരിപ്പ് കറിയും ഒരു ചിക്കൻ്റെ എന്ത് ഡിഷ് ഉണ്ടാക്കണമെന്ന് ഇതുവരെ ഒരു തീരുമാനമായിട്ടുമില്ല. അതും കൂടി ഉണ്ടാക്കാനാണ് ഇന്ന് പ്ലാൻ. ഇവിടെ ഒരാൾ വന്ന് നിൽക്കുകയാണ്. TV എനിക്ക് തോന്നുന്നു ഞാൻ TV കാണാൻ എത്തിയിട്ട് വന്നതാണ്. എനിക്ക് തോന്നുന്നു TV പുള്ളിക്ക് ചാനൽ മാറ്റി കൊടുക്കണമായിരിക്കും. ഇവിടെ സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തോ ഒരു ജാപ്പനീസാണ് ഈ കാർട്ടൂൺ. എന്തുവാന്ന് ഇനി ഇവന് ജാപ്പനീസ് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവൻ എപ്പോഴും ഇതാണ് കണ്ടോണ്ടിരിക്കുന്നത്. എങ്ങനെ ഇവനായി എന്ന് പറഞ്ഞൂടാ. ജാപ്പനീസ്, റഷ്യൻ, പിന്നെ ഇത് രണ്ടാണ് പുള്ളിയുടെ ഫേവറേറ്റ്. റഷ്യൻ ഒരു കാർട്ടൂണുണ്ട്, അത് മാഷ ആൻഡ് ദ ബെയർ, അതും പുള്ളിയുടെ ഫേവറേറ്റാണ്. പിന്നെ ഇത് ഓഡ് ബോട്ട്സ്, ഞാൻ വേണമെങ്കിൽ താഴെ പേര് കൊടുക്കാം. പക്ഷേ ഇത് രണ്ടും നിങ്ങൾ പിള്ളേരെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ആയിപ്പോവും. റഷ്യനും ഇതൊക്കെയാണ് കാണുന്നത്. പക്ഷേ അതിന് മലയാളം കാണാറുണ്ട്. അതിൽ കൂടുതലും കാത്തു എന്ന് പറഞ്ഞൊരു സാധനമാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഞാൻ ഡിന്നർ ഉണ്ടാക്കി അതിന് മുമ്പ് എനിക്ക് വേറെ ഒരു പരിപാടിയുണ്ട്. അപ്പം എന്തുവാന്ന് പറഞ്ഞാൽ ഈ ഡോറ് ഞാൻ മറ്റേ ക്യാമറ ഇടാം. അപ്പോൾ എൻ്റെത് ഈ കിച്ചനോട് കൂടിയുള്ള ഈ സൈഡിൽ നിന്ന് കാണിക്കാം. ഇത് എൻ്റെ കിച്ചനാണെങ്കിൽ കിച്ചൻ്റെ കൂടെ ഈ ഒരു ഡോറ്, ഇതാണ് നമ്മൾ ഇവിടുത്തെ പാൻട്രിയാണ്. ഇതപ്പോൾ പാൻട്രിയാണ്. പക്ഷേ ഇതിൻ്റെ അകം കാണുമ്പോൾ നിങ്ങൾ ആരും പേടിക്കരുത്. അത്ര ഭയാനകമായ ഒരു കണ്ടീഷനിലാണ് ഇത് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്, ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ അടുക്കിപ്പെറുക്കിയിട്ട് നാളുകളായി. ഇതൊന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് അടുക്കിപ്പെറുക്കുക, അതാണ് എൻ്റെ ഇന്നത്തെ ഒരു പരിപാടി. അപ്പോൾ അത് അടുക്കിപ്പെറുക്കുന്ന വീഡിയോ ഞാനിവിടെ ക്യാമറ വെച്ച് നിങ്ങളെ സ്പീഡപ്പ് ചെയ്തൊന്ന് കാണിക്കാൻ ശ്രമിക്കാം. ഇല്ല, എൻ്റെ പരിപാടിയിലോട്ട് തുടങ്ങട്ടെ. ഇപ്പം ഞാനിപ്പം ഈ സിദ്ധു ഇരിക്കുന്ന ഒരു സ്റ്റൂളും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലെത്തത് ആദ്യമേ ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഞാൻ ഇതിനകത്തുനിന്ന് ഉരുണ്ട് വീഴുവാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അറിയിച്ചേക്കണം. ഉപയോഗിക്കുന്ന സാധനം പിന്നെ ഉപയോഗിക്കുന്ന
ഒരാൾ ഇവിടെ സിദ്ധു എന്ത് ചെയ്യുന്ന സഹായിക്കാൻ വന്നെയാന്നോ? സിദ്ധു പോവാന്നോ? ബൈ. പിന്നെ വരുവാന്നോ? പോവാന്നോ? പോയാൽ മതിയായിരുന്നു. നമ്മുടെ ക്ലീനിങ് നടക്കണമെങ്കിൽ ഇദ്ദേഹം ഇവിടെ നിന്ന് നടക്കത്തില്ല. നമുക്ക് ഈ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആക്ച്വലി ഒരേപോലത്തെ പാട്ടുകൾ മേടിച്ച് വയ്ക്കണം. പക്ഷെ ഒരേപോലത്തെ പാട്ടുകൾ എപ്പോഴും നമുക്ക് മേടിക്കാൻ പറ്റും. നമ്മൾ മിക്കതും പാട്ടുകൾ റീയൂസ് ചെയ്യാൻ. പക്ഷെ വലിയ പാട്രി ഒക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലും ഒരേ സൈസിലെ ടിൻസ് ആണെങ്കിൽ കൂടുതൽ സ്പേസ് നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ അങ്ങനെ കിച്ചനും നീറ്റായി, നമ്മുടെ ഇതും നമ്മൾ ക്ലീനാക്കി. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. കിച്ചൻ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ കിച്ചൻ ഇപ്പം അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാനൊരു മിനി കിച്ചൺ ടൂർ കാണിച്ചു തരാം. ഇതിങ്ങനെ ഓപ്പൺ കിച്ചൺ പ്ലാനാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതാണ് ഇവിടുത്തെ ലിവിങ് റൂം. ലിവിങ് റൂമിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇത് കാണത്തില്ലേ, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ, എന്നാൽ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആണ് കിച്ചൺ, ആ കബേർഡ്സ് ഒക്കെ. അത് ഓപ്പൺ കിച്ചൺ പ്ലാനാണ്. ഇവിടുന്ന് നമ്മളിങ്ങനെ, അതാണ് ഇവിടുത്തെ US-ലെല്ലാം അങ്ങനെയാണ്. ബിക്കോസ് അവർ ഒരുപാട് മണമുള്ള സാധനങ്ങളല്ലല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അവരങ്ങനെ അന്ന് വിൽക്കുന്നത്. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു സൈഡുണ്ട്, പിന്നെ ഇപ്പുറത്തും ഒരു സൈഡുണ്ട്. ഒന്നാണ് ബേസിനുള്ളത്, നമ്മുടെ വാഷ് ചെയ്യുന്ന സിങ്ക് ഉള്ളത്, കിച്ചൺ സിങ്ക് ഇപ്പുറത്ത്. ഇത് ഒന്നിൽ നമ്മൾ മിക്സി ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഇതനുസരിച്ചുള്ളൊരു മിക്സിയാണിത്. ഇത് ഇന്ത്യയിലെ മിക്സിയാണ്. പക്ഷേ ഇവിടെ വർക്ക് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഡബിൾ ടൈപ്പ് ഓഫ് ഫ്യൂസ് ഉണ്ട്. ഈ പ്ലഗ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന പ്ലഗ് അല്ല, ഇവിടെ വർക്ക് ചെയ്യുന്ന പ്ലഗ് ഉള്ള ഒരു മിക്സിയാണ് ഈ പ്രീതി എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ ജ്യൂസറെല്ലാം എവിടെയാണെന്ന് വയ്ക്കുന്നത്, നമ്മുടെ പ്രഷർ കുക്കർ. ഇതാണ് കോയിൽ സ്റ്റൗ ആണ്. 4 സ്റ്റൗ ഉണ്ട്. അതിൽ 2 ചെറുതും 2 വലുത്. പിന്നെ നമ്മുടെ ആ മൂലയ്ക്കാണ് നമ്മൾ മൈക്രോവേവും ഓവനും ചെറിയൊരു ടോസ്റ്റർ ഓവനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ നമ്മുടെ സിങ്ക്, ഇതാണ് കിച്ചൺ സിങ്ക്. പിന്നെ ദാൽ ഫ്രൈ. എൻ്റെ ഒരു ടൊമാറ്റോ ആരോ കൊണ്ടുപോയ
എൻ്റെ ടൊമാറ്റോ ഒരു കള്ളൻ അതിൻ്റെ ഇടയ്ക്ക് എടുത്തോണ്ട് പോയി. ടൊമാറ്റോ ഇങ്ങ കൊണ്ടുവാ സിദ്ധു. ഇത് കളിക്കാനുള്ള സാധനമല്ലേ ഇത്. ഇങ്ങനെ ടൊമാറ്റോ കള്ളൻ. ഞാൻ കണ്ടുപോലുമില്ല എപ്പോൾ എടുത്തോണ്ട് പോയി. നമ്മുടെ ദാലിന് വെള്ളം കുറവായതുകൊണ്ട് വെള്ളം കുറഞ്ഞു പോയി അത് ഉണ്ടാക്കി വന്നപ്പോൾ. അപ്പം ഞാൻ കുറച്ച് കെറ്റിലിനകത്തുനിന്ന് കുറച്ച് വാം വാട്ടർ ആദ്യമേ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ചെറിയ തീയിലത് വയ്ക്കും. ഇച്ചിരി വാം വാട്ടർ ആയിരിക്കണം, ഒരു പച്ചവെള്ളം ഒഴിക്കരുത്. കുറച്ചുകൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ബിക്കോസ് ഇത് ഇങ്ങനെ തിക്കാകുന്ന ഒരു സാധനമാണല്ലോ ഇത്. എന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തക്കാളി ആദ്യമേ തന്നെ അതിനകത്തോട്ട് ആ ചെറിയൊരു തീയിലിട്ട് ഇട്ട് കൊടുക്കും. അപ്പം നമ്മൾ ആ ഫ്രൈ ആക്കി വരുമ്പോഴത്തേക്ക് ഇത് അതിനകത്ത് പൾപ്പിയാവും. ഈ ടൊമാറ്റോ ഇതിനകത്ത് കിടക്കട്ടെ. എന്നിട്ട് ഇതൊരു ചെറിയ തീയിൽ വെച്ചിട്ട് ചെറിയ തീ വെച്ച് നമ്മൾ ഇത് തന്നെ വെറുതെ അടയ്ക്കത്തില്ല, വെറുതെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കുക. അതിൻ്റെ തടുക്കായ്ക്ക് വേണ്ടി നമ്മൾ അതിൻ്റെ ഇത് വറ പൊട്ടിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യമേ നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ വേപ്പില ഇട്ട് കൊടുക്കണം. വേപ്പില നന്നായിട്ട് ഇതായി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക്ക്, ക്രഷ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക്ക് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് ഒരു 1.5 സവോള അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് സവോള വാടി ഒരു പിങ്ക് കളറാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു നുള്ളും മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം അത് ഞകത്തോട്ട് നമ്മൾ കുറച്ച് കായം കൂടി ഇട്ട് കൊടുക്കുക. കായം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഇത് അപ്പുറത്ത് നമ്മൾ വെച്ചിരുന്ന നമ്മുടെ ദാലിലേക്ക് ഈ വറ പൊട്ടിച്ചത് ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ചും കൂടി നേരം വേണമെങ്കിൽ ഒന്ന് തിക്കാക്കാം. ഇത്രയേ ഉള്ളൂ ദാൽ ഫ്രൈ. ഇപ്പോൾ ഒരു ക്യാബേജിൻ്റെ പകുതി ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അതും കൂടി ഒരു തോരനുണ്ടാക്കി ഇതിൻ്റെ കൂടെ ഒരു മെഴുക്ക് പുരട്ടി പോലെ ഉണ്ടാക്കി ഒരു ഇതും കൂടി ഉണ്ടാക്കാൻ വെച്ചു. അപ്പോൾ ക്യാബേജ് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് കടുകും കുറച്ച് ജീരകം, നല്ല ജീരകവും കൂടി ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇടണം. ക്യാബേജ് ഞാൻ കുറച്ച് വലുതായിട്ടാണ് അരിയുന്നത്. നമ്മൾ തീരെ ചെറുതായിട്ട് തോരൻ വയ്ക്കുന്ന പോലെ അല്ല അരിഞ്ഞിരിക്കുന്നത്. പിന്നെ തീ നല്ലതായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് കുറച്ച് നേരം മൂടി വയ്ക്കണം, വേവാൻ വേണ്ടി മൂടി വയ്ക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഞാൻ ഇതിനകത്ത് അവസാനമായി ഒരു മുട്ട പൊട്ടിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഈ ക്യാബേജിൻ്റെ കൂടെ
മിക്സ് ചെയ്യും. ഈ മുട്ട ഇതിൻ്റെ കൂടെ ഫ്രൈ ആയി വരുമ്പോൾ ക്യാബേജ് റെഡിയായി. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ റോസ്റ്റാണ്, ചിക്കനിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാനൊരു തീരുമാനത്തിലായി. അപ്പം ഞാൻ ഇതിനകത്ത് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ വലിയ ഒരു ഒണിയൻ സ്ലൈസ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ഒണിയൻ നന്നായിട്ട് വാടാൻ വേണ്ടി നമ്മൾക്ക് ഇത്, ഞാനിവിടെ അടച്ചു വെക്കുന്ന കാണിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അടച്ചു വെക്കേണ്ട കാര്യമില്ല. കുറച്ച് കറി ലീവ്സും കൂടി, വേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഈ സവോള നന്നായിട്ട് വാടുന്നിടം വരെ വെക്കുക. അതിനുശേഷം അതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യുക. പിന്നെ ടൊമാറ്റോ പൾപ്പിയാകാനായിട്ട് അടച്ചു വെക്കണം. ടൊമാറ്റോ പൾപ്പിയായി സോഫ്റ്റായി കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും കുറച്ച് ചിക്കൻ മസാല പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ച മണം മാറി എണ്ണ തെളിയുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മസാലയെല്ലാം അതിലേക്ക് കോട്ടാവണം. അപ്പോൾ നമ്മൾ ഇച്ചിരി ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നമ്മൾക്ക് ഫ്ലെയിം ചെറുതാക്കി ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്യുന്നിടം വരെ അടച്ച് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് അതിലെ വെള്ളമെല്ലാം ഇറങ്ങി റെഡിയാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ. ക്യാബേജ് തോരൻ മെഴുക്ക് പുരട്ടി, ദാൽ ഫ്രൈ, ചിക്കൻ റോസ്റ്റ്. ഞങ്ങൾ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ ഫ്രോം ടെക്സസ്. അവൻ ഭയങ്കര ബിസിയാണ്, നോ ടൈം. കേടാ, ഞാൻ ചെയ്യുന്നത് തന്നെ അവൻ ഇമിറ്റേറ്റ് ചെയ്യുവാണ്. ക്ലീൻ ക്ലീൻ ക്ലീൻ. അല്ല, നിറച്ച് പൊടിയാ, അവിടെയെല്ലാം നിറച്ച് പൊടിയാ. നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. ആ, പൊട്ടെ പൊട്ടെ. ഗുഡ് ജോബ്, ഗുഡ് ജോബ്, ഗുഡ് ജോബ്. അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഓടിക്കും. 1 2 3. ഓടി. 1 3 എന്ന് പറഞ്ഞാൽ ഓടണമെന്നാ. 1 2 3 ഓട്. എനിക്ക് വേണേ ഓടാനോ? നീയാണോ ഓടാൻ?